സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ആധാരമായി പ്രാരംഭമായിട്ട് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 23 and 24. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ആ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 32-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സഹോദരങ്ങളെ, ദൈവവചനം ഉടനീളം പരിശോധിച്ചാൽ വളരെ മഹത്തരമായ ഒരു വെളിപ്പാടാണ് നമുക്ക് ഈ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണെന്ന് അറിയുമ്പോൾ അവിടെ മർമ്മം എന്നാ പറയുന്നത്. ഗ്രേറ്റ് മിസ്റ്ററി. ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഒരു വലിയ മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്തൃബന്ധം, ഒരു ക്രിസ്തീയ കുടുംബം, ഒരു ക്രിസ്തീയ ദാമ്പത്യം, അതിനെ ഉപമിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ സഭയുമായിട്ടുള്ള ബന്ധമായിട്ടാണ്. അതാ മിസ്റ്ററിയാന്ന് പറഞ്ഞത്. അപ്പൊ ദൈവവചനത്തിലെ വളരെ മഹത്തരമായ ഒരു വെളിപ്പാടാണിത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണേണ്ടത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ചിത്രമായിരിക്കണം. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് ദൈവവചനം പഠിപ്പിക്കുവാനുള്ള കൃപയുണ്ട്, ദൈവവചനം പ്രസംഗിക്കാൻ, ഉപദേശിക്കാൻ, സുവിശേഷം അറിയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ സഭയിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യാൻ പലവിധമായ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ചില കൃപകളുണ്ട്. വിവാഹ ബന്ധം എന്ന് പറയുന്നത് സകലർക്കും കർത്താവ് കൊടുത്തിരിക്കുന്നതാണ്. ഗിഫ്റ്റ് ഓഫ് സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചര്യം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ചുരുക്കം ചിലരെ കർത്താവ് അതിനുവേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ വേലയ്ക്കായി ഏൽപ്പിക്കുക. ഗിഫ്റ്റ് ഓഫ് സെലിബസി എന്ന് പറയുമ്പോൾ, ആ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുമ്പോൾ, വിവാഹം കഴിക്കാതെ പൂർണ്ണ സമയം പൂർണ്ണമായും ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തവന്റെ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് വിളിച്ചു വേർതിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ കർത്താവിന്റെ വലിയ ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്യും. തന്റെ കൃപ കൊണ്ട് അവരെ നിറച്ച് അവരുടെ ജഡീക മോഹങ്ങളെ ഓവർകം ചെയ്യുവാൻ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതായ മറ്റെല്ലാ ജഡീക ചിന്തകളെയും ഓവർകം ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവം അവർക്ക് കൊടുക്കും. കർത്താവിൽ നിന്ന് ആ കൃപാവരം പ്രാപിച്ച വ്യക്തികൾ ആരും പാപത്തിൽ വീണതായിട്ട് നാം കാണുകയോ കേൾക്കുകയോ ഇല്ല. കാരണം അവർക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുത്താണ് കർത്താവ് ആ വേലയ്ക്ക് വേർതിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും കരുതരുത് കൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നവർക്ക് ഗിഫ്റ്റ് ഓഫ് സെലിബസി ഉള്ളവരാണെന്ന് കരുതരുത്. മനുഷ്യൻ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, സ്വയം ചിന്തിക്കുന്ന തീരുമാനങ്ങളുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട്, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്ന ഷണ്ണന്മാരുണ്ട്, മനുഷ്യർ നിമിത്തം ഷണ്ണന്മാരാകുന്നവരുണ്ട്. അങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട് അതിന്. എന്നാൽ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചതുപോലെ കർത്താവ് അങ്ങനെ വിളിക്കുന്നു എങ്കിൽ കർത്താവ് അതിനുള്ള കൃപ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കർത്താവിന് വേണ്ടി മാത്രമായി ജീവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലാത്ത സകലരും വിവാഹ ബന്ധത്തിലേക്ക് കർത്താവ് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതാ എൻ്റെ പോയിന്റ്. നമ്മൾ ആരും പ്രസംഗിച്ചില്ലെങ്കിലും, നമ്മൾ ആരും മറ്റ് ദൈവരാജ്യത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ വന്നാലും,
നമ്മുടെ കുടുംബ ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇങ്ങനെ കഴിയും. എങ്ങനെ? ഈ വലിയ വെളിപ്പാടനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞാൽ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് സഭയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർ കാണും. സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർ കാണും. അപ്പൊ നമ്മുടെ ജീവിതം സുവിശേഷമായി മാറും, നമ്മുടെ കുടുംബം സുവിശേഷമായി മാറും. അതിനുവേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ശ്രേഷ്ഠകരമായ മഹത്വകരമായ ശുശ്രൂഷയാണിത്. കുടുംബത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക, നമ്മുടെ കുടുംബം കണ്ട് മറ്റുള്ളവർ യേശുവിനെ അറിയുവാൻ ഇടയാകുക, സുവിശേഷം കേൾക്കുവാൻ ഇടയാകുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയായി നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കാണുവാൻ തക്കോണം ഇടയായി തീരുക. അതാണ് നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ മർമ്മം വലിയതാണ്. This is a great mystery. No human being can ever understand this. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് പരീശന്മാർ കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അപ്പൊ കർത്താവ് അതിന് ഉത്തരം പറഞ്ഞു, ആദിയിൽ ദൈവം, അവിടെ ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് 3 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വലിയ കൽപ്പനയാണ് അവിടെ. It's a commandment from the Lord. What the Lord has united, let no man separate it. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വിവാഹം മുതൽ ആ രണ്ടു വ്യക്തികൾ രണ്ടല്ല ഒരു ശരീരമാണ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്യുന്നുവല്ലോ. അഗൈൻ അതൊരു മർമ്മമാണ്. ദൈവജനമേ, അതൊരു വലിയ മർമ്മമാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പ്രൈസ് ഗാഡ്. നാം അത് വിശ്വസിക്കുമ്പോൾ, കർത്താവെ അങ്ങ് എഴുതിയിരിക്കുന്നത് അങ്ങയുടെ വചനമാണ്, ഞങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം അങ്ങ് എഴുതിയിരിക്കുന്ന വചനമാണെന്ന് പറഞ്ഞത് ഏറ്റെടുക്കുമ്പോൾ അതിലൂടെ വരുന്ന അനുഗ്രഹം നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് കഴിയും. ഇവിടെ രണ്ടു വ്യക്തികൾ വിവാഹ ബന്ധത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, ഇന്നു മുതൽ അവർ ഒരു ശരീരമായി തീരും. They were two bodies so far, but now they have become one flesh. അവർ ഒരു ശരീരമായി തീരുകയാണ്. ഒരു ശരീരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ശരീരത്തിലേക്ക് നോക്കി, എൻ്റെ ശരീരത്തിൽ ഒത്തിരി അവയവങ്ങളുണ്ട്. എൻ്റെ ശരീരത്തിന് 2 കൈയുണ്ട്. ഈ 2 കൈയും ഒരു ശരീരത്തിലേതാണെന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ തെളിവേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒരു കൈക്ക് വേദന വരുമ്പോൾ മറ്റേ കൈ ആ വേദന സഫർ ചെയ്യും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു കൈക്ക് വേദന വരുമ്പോൾ ശരീരം മുഴുവനും ആ വേദന അനുഭവിക്കും. അല്ലെങ്കിൽ ആ വേദനയുടെ നടുവിൽ ശരീരം മുഴുവനും അതിനെ ആ വേദന ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും, അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. 2 വ്യക്തികൾ ഒരു ശരീരമായി തീരുമെന്ന് പറയുമ്പോൾ, ഒരു ദേഹമായി തീരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരാളുടെ വേദന മറ്റേ ആളിന് സഹിക്കാൻ കഴിയാതെ വരും. ഒരാളെ വേദനിപ്പിക്കാതെ വരും. കാരണം എൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യം വരും. ഇത് എൻ്റെ ശരീരമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ ആദം ഹവ്വയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ മാംസത്തിൽ നിന്ന് മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാണ്. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ഫ്ലഷ്, വി ആർ ടുഗദർ ഇൻ വൺ ബോഡി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് 2 വ്യക്തികളെ ഒന്നാക്കി തീർക്കുന്ന പ്രക്രിയ, 2 പേർ ഒന്നായി തീരുന്ന പ്രക്രിയ. ഈ 2 പേരെ ഒന്നാക്കാൻ തക്കവണ്ണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ക്രൂശിന്മേൽ ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ഒന്നായി ചേർത്തു വന്നു. അപ്പൊ 2 വ്യക്തികൾ തമ്മിലുള്ള ശത്രുതയെ മാറ്റി, ഭിന്നതയെ മാറ്റി അവരെ ഒന്നാക്കി തീർക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ഒരു ഭാര്യ, ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ 2 വ്യക്തിത്വങ്ങളാണ്.
രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. ഒരു പക്ഷേ രണ്ട് സംസ്കാരത്തിന്റെ ഉടമകളായിരിക്കാം. രണ്ട് അപ്ബ്രിങ്ങിങ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. രണ്ട് ടേസ്റ്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. രണ്ട് അംബീഷൻസ് ഉണ്ടാകാം. രണ്ട് ഡെസ്റ്റിനേഷൻസ് ഉണ്ടാകാം. രണ്ട് സ്റ്റൈൽ ഓഫ് ലൈഫ് ഉണ്ടാകാം. രണ്ട് ജീവിതചര്യകള്, രണ്ട് ലക്ഷ്യങ്ങള്, രണ്ട് രീതികള്, എല്ലാം രണ്ടായിരുന്നു. എന്നാൽ അവർ ഒന്നിച്ചു വരുമ്പോൾ, കർത്താവിങ്കലേക്ക് അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവിന് എന്തറിയാമെന്നറിയാമോ? അവരെ രണ്ടുപേരെയും അറിയാവുന്ന കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ റഫായിരിക്കുന്ന എഡ്ജസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാറ്റിയിട്ട് അവർ ഒന്നാക്കി മാറ്റും. അതായത് രണ്ട് ഇരുമ്പ് കഷണങ്ങളെ ഉരുക്കി ഒരു കഷണമാക്കി മാറ്റുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ റഫ് എഡ്ജസിനെ മാറ്റി, മുനമ്പുകളെ മാറ്റി, ക്രൂർമതയുള്ള മുനമ്പുകളെ മാറ്റി അവരെ ഒന്നാക്കി തീർക്കും. അതിന് ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇത്രയൊക്കെ ദൈവവചനം അറിഞ്ഞിട്ടാണോ ഈ ലോകത്തിൽ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്? സഹോദരങ്ങളെ, ഈ വിവാഹം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. മനുഷ്യനു വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് വിവാഹം. ആദം ക്രിസ്ത്യാനിയായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ. ആദം ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. ആ ആദമിനാണ് ഹൗവയെ ദൈവം കൊടുത്തത്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നതാണ് വിവാഹം. ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ നടക്കപ്പെടുന്ന ശുശ്രൂഷയായിരിക്കണം, മനുഷ്യന്റെ ചോയ്സ് അല്ല. അങ്ങനെ ദൈവം രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ദൈവത്തെ അവരവരുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ച് അവരിലെ ബൈൻഡിങ് ഫോഴ്സായി രണ്ടുപേരെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന അഗ്രസീവായിട്ട്, ഗ്ലൂ ആയിട്ട്, ബൈൻഡിങ് ഫോഴ്സ് ആയിട്ട് ദൈവത്തെ തീർക്കുമ്പോൾ, ക്രിസ്തുവിനെ അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒന്നായിരിക്കാൻ പറ്റും. ചുറ്റുപാടൊന്ന് നോക്കിയേ, അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയേ. നമ്മൾ ഒന്നായിരുന്നില്ല പലപ്പോഴും. ചുറ്റുപാടുള്ളവരെ നോക്കിക്കേ. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും ചട്ടിയും കലവും ഒക്കെ അല്ലേ തട്ടുകയും മുട്ടുകയും ചെയ്യും. ചട്ടിയും കലവുമായിട്ടാ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമെങ്കിൽ ചട്ടിയും കലവുമായിട്ട് തന്നെ ജീവിക്കും നമ്മൾ, ഒരു പ്രയോജനവും ഇല്ലാതെ. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കൂരയ്ക്ക് കീഴെ, ഒരു മേൽക്കൂരയ്ക്ക് കീഴെ കഴിയുന്നത് കൊണ്ട്, കുറച്ച് മക്കള് ജനിക്കുന്നത് കൊണ്ട് അവർ ഭാര്യയും ഭർത്താവും ആകുന്നില്ല. അതെ, മനുഷ്യന്റെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. ദൈവത്തിന്റെ മുമ്പിൽ ആ ബന്ധം തകർന്നിരിക്കുകയാണ്. അവർ ഒരു ശരീരമല്ല, ഒരു ദേഹമല്ല. ഒരു ദിവസം സംസാരിക്കുന്നെങ്കിൽ 2 ദിവസം മിണ്ടാതിരിക്കും. അഥവാ ഒന്നിച്ച് ഉറങ്ങുന്നെങ്കിലും ഒന്നിച്ച് കഴിക്കുന്നെങ്കിലും അവരുടെ ഹൃദയം തമ്മിൽ ഒന്നിച്ചിരിക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ള മൊത്തം ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് അവർക്കൊരു ചോയ്സ് കൊടുക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരവസരം കൂടെ തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ ഒരവസരം കൂടെ തരാമെന്ന് പറഞ്ഞാൽ, ഈ കൂടി വന്ന സ്ത്രീകളിൽ എത്ര പേര് സ്വന്തം ഭർത്താവിനെ തന്നെ തിരഞ്ഞെടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സത്യമാണ്, അല്ലേ? ഈ ഭൂമിയിലെ ഭർത്താക്കന്മാരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ഒരു ചോയ്സ് കൂടെ തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യമാരെ തെരഞ്ഞെടുത്തു കൊള്ളാൻ പറഞ്ഞാൽ എത്ര ഭർത്താക്കന്മാര് സ്വന്തം ഭാര്യമാരെ തന്നെ തിരഞ്ഞെടുക്കും? ദാറ്റ് ഷോസ് വൺ തിങ്. അവർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം നമ്മളത്. കാരണം എന്തെന്നറിയാമോ? അവരവിടെ ഒന്നിച്ചങ്ങ് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. they have already divorced themselves. അവരുടെ മനസ്സുകൊണ്ട് അവർ വേർപെട്ടു പോയി. പിന്നെ നാട്ടുകാർ എന്ത് പറയും, കമ്മ്യൂണിറ്റി എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും? അതുകൊണ്ട് ഈ മുമ്പേ പറഞ്ഞതിനോട് വിശ്വാസികൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കലവും ചട്ടിയും അല്ലേ തട്ടുകയും മുട്ടുകയും ചെയ്യുമെന്ന്. അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു. അവരിൽ കർത്താവിന്റെ നാമം മഹിമപ്പെടത്തില്ല. അവരിൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം വെളിപ്പെടത്തില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നരക തുല്യമായ ജീവിതമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ആകെ ഉള്ളത് ഒരു ജീവിതമാണ്, അല്ലേ? ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതകാലത്തിൽ, യൗവന കാലത്തിൽ, ആരോഗ്യമുള്ള കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി, വഴക്കുണ്ടായി, കല്ലേറും കത്തിക്കുത്തും അടിപിടി എല്ലാം നടത്തി ഒരൊറ്റ ദിവസം പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗി അലച്ച് സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ സ്വൈര്യം കൊടുക്കാതെ ജീവിച്ച് ഒരു 75 വയസ്സാകുമ്പോൾ മാനസാന്തരപ്പെട്ടാൽ എന്താ പ്രയോജനം? ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? എന്തിനു വേണ്ടി നമ്മൾ ജീവിച്ചു? നാം ചിന്തിക്കേണ്ടത് അതാ. അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠകരമായ മഹത്വകരമായ ജീവിതം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് നാം ഏറ്റെടുക്കുന്നു എങ്കിൽ
എത്രമാത്രം സ്വസ്ഥതയോടെ ഉറങ്ങുവാനും ഉണരുവാനും നമുക്ക് കഴിയുമെന്നറിയാമോ? നമ്മുടെ ഈ ഒരു ജീവിതം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി കഴിയുമെന്നറിയാമോ? കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം മാത്രമല്ല, വരുവാനുള്ള ലോകത്ത് ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വത്തിൽ ഒന്നിച്ച് ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയും. സാധാരണ ഗതിയിൽ നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ നടുവിൽ അവരെ കൂട്ടിമുട്ടിക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തു ആകണമെന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിട്ടാണ് ഓർക്കുന്നത്. ഒരു വിവാഹാലോചനയ്ക്ക് പോകുമ്പോൾ, അതായത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറുക്കനും ഒരു പെണ്ണും ഒരു നല്ല വധുവിനെ ഒരു വരൻ അന്വേഷിക്കുമ്പോൾ, ആ വധുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ക്രിസ്തുവിനെ ഭയപ്പെടുന്നു എന്നല്ല നോക്കുന്നത്. പലപ്പോഴും നോക്കുന്നത് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കും, പണമുണ്ടോ എന്ന് നോക്കും, വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് നോക്കും, കുടുംബ മഹിമയുണ്ടോ എന്ന് നോക്കും, അതുപോലെ സംസാരിക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കും, പല പല കാര്യങ്ങൾ നോക്കും അല്ലേ? അതുപോലെ വധു ഒരു വരനെ അന്വേഷിക്കുമ്പോൾ നോക്കുന്നത് എന്താ? നല്ല ജോലി ഉണ്ടോ എന്ന് നോക്കും, നല്ല ശമ്പളം ഉണ്ടോ എന്ന് നോക്കും, സെറ്റിൽഡ് ആണോ എന്ന് നോക്കും, നല്ല ഫിസിക് ഉണ്ടോ എന്ന് നോക്കും, ആള് ഹാൻസം ആണോ എന്ന് നോക്കും, എന്തെല്ലാം 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 കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരെ കൂട്ടിച്ചേർത്തത് ആരാ? അവരെന്തിനു വേണ്ടിയാ കൂടി വന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നുകിൽ ഗുഡ് ലുക്സ്, അല്ലെങ്കിൽ ഫാമിലി ഹെറിറ്റേജ്, അല്ലെങ്കിൽ വെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മണി, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ്, സംതിങ് ഓഫ് ദീസ് കൈൻഡ്സ്. അവരൊന്നിച്ചു വന്നു. അപ്പൊ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വന്ന കാര്യം ഇല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേപ്പറൊക്കെ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കത്തില്ലേ? ഓരോ എൻവലപ്പ് ഒട്ടിക്കുമല്ലോ. അതിനകത്തിലെ ആ ഗ്ലൂ പോയി കഴിയുമ്പോൾ എന്തോ ചെയ്യും? പേപ്പർ തുറന്നിരിക്കും അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? എൻവലപ്പിനകത്ത് വേറെ പേപ്പർ ഇട്ട് എൻവലപ്പ് സീൽ ചെയ്യും. സീൽ ചെയ്യുമ്പോൾ ചിലതിന്റെ ഗ്ലൂ കാണത്തില്ല അതിനകത്ത്. അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കാണാം തുറന്നിരിക്കുന്നത്. ഇതാ സംഭവിക്കുന്ന അനേക കുടുംബജീവിതങ്ങളിൽ. എന്താണെന്നറിയാമോ? ഇവരെ കൂട്ടി പറ്റിച്ച് കൊണ്ടുവന്ന ഗുഡ് ലുക്സ് അങ്ങ് പോകും. അതായത് തുടങ്ങിയപ്പോൾ നല്ല സൗന്ദര്യമായിരുന്നു, പിന്നെ സൗന്ദര്യം അങ്ങ് പോയപ്പോ എന്ത് പറ്റി? വന്നപ്പോ സാമ്പത്തികമായിട്ടുള്ള നല്ല കെട്ടുറപ്പുകളൊക്കെ ആയിരുന്നു, അത് കണ്ടുകൊണ്ടാ വന്നത്. സാമ്പത്തികം പോയിട്ട് കടം വന്നപ്പോഴത്തേക്ക് എന്തായി? ആരോഗ്യം നോക്കി വന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ എന്തായി? ഗ്ലൂ അങ്ങ് പോയി, രണ്ടും രണ്ടായി തീർന്നു. അത് അനേക ജീവിതത്തിൽ കാണാൻ പറ്റും നമുക്ക്. അനേക കുടുംബ ജീവിതങ്ങളിൽ അത് കാണാൻ പറ്റും. ആദ്യത്തെ 1, 2, 3 ദിവസം, അല്ലെ ഒരാഴ്ച, 2 ആഴ്ച, അല്ലെ 1 മാസം, 2 മാസം, അല്ലെ 1 വർഷം, 2 വർഷം, അത് കഴിയുമ്പോൾ ജീവിതം മാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന്റെ കാരണം എന്തെന്നറിയാമോ? അവരെ കൂട്ടിമുട്ടിച്ചത്, അവരെ ഒന്നിച്ചാക്കുവാൻ തക്കവണ്ണം ലോകം കൊടുത്ത ഗ്ലൂ എന്ന് പറയുന്നത് കർത്താവല്ല, ക്രിസ്തുവല്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിലെ അനുഭവം നോക്കിക്കേ. എന്താ? ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാ. ആ ബന്ധം ഒന്നുകൂടെ ദൃഢമായിക്കൊണ്ടിരിക്കുക. ഇതൊരു വലിയ മർമ്മമായതുകൊണ്ട് ആ പിശാച് ഈ ദാമ്പത്യ ജീവിതത്തിനിടയിൽ തന്നെ കളിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് 60 വയസ്സായാലും നമ്മൾ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അവർ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ അല്ലേ? അവരോടുള്ള സ്നേഹം എപ്പോഴെങ്കിലും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ആർക്കെങ്കിലും കുറയുന്നുണ്ടോ? ഇല്ല. ആ സ്നേഹം അത് തന്നെ, പണ്ടത്തെ പോലെ തന്നെ ഇന്നും അവരെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ സ്നേഹം കുറയുന്നത് എവിടാന്നറിയാമോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാ സ്നേഹം കുറയുന്നത്. കാരണം എന്നാന്നറിയാമോ? പിശാചിനെതിരെ അവിടെയാ. കാരണം അതാ ദൈവത്തിന്റെ യൂണിറ്റ്, അതാ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം കൂട്ടിച്ചേർത്തത്. ദൈവത്തിന്റെ പ്രവർത്തികൾ എവിടെ നടക്കുന്നുവോ അതിനെതിരായിട്ടാ പിശാച് പ്രവർത്തിക്കുന്നത് എപ്പോഴും. അത് നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. ദൈവം എന്തിനെ കൂട്ടിച്ചേർത്തുവോ അതിനെ തകർക്കാനാണ് പിശാച് എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിനെതിരെ തന്നെ പിശാച് എപ്പോഴും വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇതൊന്നും തന്നെ ആയിരിക്കരുത്. ഞാൻ ഈ പറഞ്ഞ ഭൗതികമായി യാതൊന്നും ആയിരിക്കരുത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മധ്യത്തിൽ അവരെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ദൈവമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്, ജനസിസ് 2-ാം അധ്യായത്തില് ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദം ആദ്യം കണ്ടത് ദൈവത്തെയാണ്.
ഹൗവയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഹൗവ ആദ്യം കണ്ടത് ദൈവത്തെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ആദ്യമായി കാണണം. എനിക്കൊരു നല്ല ഭാര്യയെ തന്നതിനായി ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം. എനിക്കൊരു നല്ല ഭർത്താവിനെ തന്നതിനായി ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം. കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കുന്നവരായി തീരണം സകലത്തിലും. കർത്താവിന് കൊടുക്കുന്ന മഹത്വമാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ വീണ്ടും വീണ്ടും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിന്ന് എപ്പോൾ അപ്രത്യക്ഷമാകുന്നുവോ, ക്രിസ്തു നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്ന് എപ്പോൾ മാറുന്നുവോ, അപ്പോൾ നാം മുമ്പേ പറഞ്ഞതുപോലെ ഗ്ലൂ ഇല്ലാത്ത എൻവലപ്പിന്റെ ഓപ്പണിങ് പോലെ ആയിപ്പോവും, ഓപ്പൺ ആയിപ്പോവും. ശത്രുവിന് എപ്പോഴും അതിനകത്ത് കയറാൻ പറ്റും. കാരണം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നവൻ മാറി നിൽക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറി നിൽക്കുന്നതായ അവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഇന്നത്തെ രാത്രി അതുകൊണ്ടാണ് ദൈവവചനം നാം കേൾക്കാൻ പോകുന്നത്. ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കുന്ന ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്ന്, എങ്ങനെയാണെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. എവിടെയെങ്കിലും പ്രൈസ് ഗാഡ് ഏതെങ്കിലും കുടുംബത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെന്ന് തോന്നുന്നെങ്കിൽ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം മുമ്പേ പറഞ്ഞിട്ട് കൂട്ട് ഒരു ദേഹമല്ല, രണ്ട് ദേഹമായിപ്പോഴും. കാരണം ഒരാൾക്ക് മുറിവേറ്റ മറ്റേയാളിനെ അറിയാനില്ല. ഒരു കൈ പിന്നെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കയ്യിൽ ആരെങ്കിലും കുത്തിയാൽ പോലും മറ്റേ കൈ അറിയത്തില്ല. കാരണം റിലേഷൻഷിപ്പ് ഈസ് ഗോൺ, ലൈഫ് ഈസ് ഗോൺ, ദേ ആർ നോട്ട് ഇൻ വൺ ബോഡി. ശരിയല്ലേ? നമുക്കറിയാം, ലെപ്പേഴ്സിനെയൊക്കെ അറിയാം, കുഷ്ഠരോഗികളെയൊക്കെ അറിയാം. അവരുടെ കയ്യിലും കാലിലും ആണി കയറി എന്ന് പറഞ്ഞാലും അവർക്കൊന്നും അറിയത്തില്ല. കാരണം ദേ ആർ ഡെഡ്, ദെയർ ബോഡി ഈസ് ഡെഡ്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ അങ്ങനെ ഡെഡ് ആയിരിക്കുന്ന അനേക കുടുംബ ബന്ധങ്ങളുണ്ട് കേട്ടോ. കൈ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരീരത്തിൽ ഒരു കൈ കിടപ്പുണ്ട്, പക്ഷെ ജീവനില്ലാത്ത കൈയാ. കുഷ്ഠരോഗികളുടെ ജീവിതം മനസ്സിലാക്കിയാൽ അവര് ദേ ആർ ഡെഡ്. അവരുടെ നെർവ്സ് ആർ ഡെഡ്, cells are dead, hand is there, leg is there, but it's of no use. When people see externally, they are okay, they have every organs. ആരെങ്കിലും വെളിയിൽ നോക്കിയാൽ ശരീരത്തിന് എല്ലാ അവയവവും ഉണ്ട്, പക്ഷെ ചില അവയവങ്ങൾക്ക് ജീവനില്ല. അതാണ് കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത. പുറത്തു നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്, എല്ലാം നല്ല സുഖവും സന്തോഷമായിട്ടൊക്കെയാ, വലിയ വീടുണ്ട്, നല്ല കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അകത്ത് ജീവനില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരാൾക്കുണ്ടാകുന്ന വേദന മറ്റേയാൾക്ക് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവരുത്. കാരണം ഭാര്യ ഭർത്തൃ ബന്ധമെന്ന ഭൗതിക ബന്ധത്തിനപ്പുറം നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ടാണ്, ദൈവരാജ്യത്തിന്റെ സാക്ഷികളായിട്ടാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ലോകം നോക്കുമ്പോൾ കർത്താവ് സഭയുമായിട്ടുള്ള ബന്ധം നമ്മുടെ കുടുംബത്തിൽ റിഫ്ലക്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ, അവളുടെ ഡാഡിയെ കണ്ടിട്ട് അവൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ മമ്മിയുടെ ഹസ്ബൻഡായി എൻ്റെ ഡാഡി ഇരിക്കുന്നത് പോലെ എനിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവിനെ തരണമേ. നമ്മുടെ വീട്ടിൽ ഒരു ആൺകുട്ടി വളർന്നു വരുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കണം, എൻ്റെ മമ്മി എൻ്റെ പപ്പായുടെ ഭാര്യയായിരിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ ദൈവമേ എനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. നാം മറന്നു പോകരുത്, നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ് എക്സാമ്പിൾ ആയിരിക്കണം. ഹൗ ക്രൈസ്റ്റ് ക്യാൻ ബ്രിങ് ടു ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ടുഗെദർ ഇൻ വൺ ഫ്ലഷ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. നോ ഹ്യൂമൻ വിസ്ഡം ക്യാൻ എവർ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മുന്നോട്ടുള്ള സമയം ചില പ്രിൻസിപ്പിൾസ് പഠിക്കാൻ പോവുകയാണ് ദൈവവചനത്തില്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പ്രിൻസിപ്പിൾ, ഗോഡ് സെന്റേഡ് ആയിരിക്കുന്ന, ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കുന്ന, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ ചില പ്രിൻസിപ്പിൾസ് പഠിക്കാൻ പോകും. അതായത് ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ മുമ്പേ പറഞ്ഞ ചോയ്സ് വീണ്ടും നമുക്ക്, ഇവിടെ ഇരിക്കുന്ന എത്ര പേരോട് ഞാൻ ചോദിക്കട്ടെ, ഹോണസ്റ്റ് ആയിട്ട് ചോദിക്കും. ഐ എം ആസ്കിങ് എ വെരി ഹോണസ്റ്റ് ക്വസ്റ്റ്യൻ. If a choice is given to us, you can choose. കർത്താവ് ഒരു ചോയ്സ് നമുക്ക് തരിക എന്ന് വെച്ചോ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ ഒരു അവസരം കൂടെ തരുന്നെന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് വേറൊരാടെ പുറകെ പോകും? I doubt anybody will go. Why? ചില വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിലോ,
ഒരു പക്ഷെ സാധ്യത ഉണ്ടായിരുന്നേനെയും ആത്മാർത്ഥതയോടെ നമ്മൾ സംസാരിക്കുന്നെങ്കിൽ, ആത്മാർത്ഥതയോടെ ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ. കാരണം യോജിച്ചു പോകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ദിവസവും വഴക്കടിക്കുന്നവർ, ഒരു പക്ഷേ കയ്യും കാലും എടുത്ത് ഉപദ്രവിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെ ഒരു ജീവിതത്തെക്കാൾ എത്ര നല്ലതാ മറ്റൊരു ജീവിതം. സ്വാഭാവികമായും ചിന്തിച്ചു പോകുമായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ! കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നപ്പോൾ സംഭവിച്ച അത്ഭുതം കണ്ടോ ദൈവമക്കളെ? ഇതാ ഈ ദൈവവചനത്തിന്റെ ശക്തി. ഇന്നത്തെ രാത്രി ആ പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എവിടെയെങ്കിലും ഒരു റിപ്പയറിങ് ആവശ്യമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ആ കറക്ഷൻ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തീരും. ഈ 60 വർഷം ഒന്നിച്ച് ജീവിച്ചാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. ഹല്ലേലൂയ! 70 80 വയസ്സായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തില്ല. റിസെന്റ്മെന്റിൽ നമ്മുടെ ജീവിതം വരത്തില്ല. ഹല്ലേലൂയ! ഇറ്റ് വിൽ ബി ഫ്രഷ്. ഇറ്റ് വിൽ ബി എവർഗ്രീൻ. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധം എപ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവർഗ്രീൻ ആയിരിക്കും, ലൈവ് ആയിരിക്കും, ജീവനുള്ളതായിരിക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് 92-ാം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷം, സമൃദ്ധി, ആ ചിരി എല്ലാം അപ്പോഴും കാണും, വാർദ്ധക്യത്തിലും കാണും. ഒരു റിഗ്രറ്റ് ഉണ്ടാവത്തില്ല. കാരണം എന്തെന്നറിയാമോ? കർത്താവിനാൽ പണിയപ്പെട്ടതാ. കർത്താവ് മധ്യത്തിലുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് വേറൊരു കറക്ഷൻ വരാൻ ആവശ്യമില്ല. കാരണം ദൈവത്താൽ പണിയപ്പെട്ടതാ. അതുകൊണ്ട് ദൈവമക്കളെ, മുന്നോട്ടുള്ള സമയം ചില ദൈവവചന സത്യങ്ങളെ കുറിച്ച് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പരിപാവനമായ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമല്ല, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമല്ല, ഹല്ലേലൂയ, മറ്റൊരു ബന്ധങ്ങളുമല്ല. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം. മറ്റൊരു ബന്ധത്തെക്കുറിച്ചും ഗ്രേറ്റ് മിസ്റ്ററി എന്ന് വചനം പറഞ്ഞിട്ടില്ല. ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാച് അതിനെതിരാണ്. കാരണം രണ്ടുപേർ ഒന്നിച്ചു കൂടി, കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നു കഴിഞ്ഞ്, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ they become a threat to the kingdom of devil. അവര് ദൈവത്തിന്റെ പിശാചിന്റെ രാജ്യത്തിന്, പിശാചിന്റെ സാമ്രാജ്യത്തിന് ഒരു ഭീഷണിയായി മാറും. കാരണം എന്ത്? അവരനേകരോട് സുവിശേഷിക്കും, ഞങ്ങളെ ഒന്നിച്ചാക്കിയ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ഞങ്ങള്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പില് ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി തീരും. അവരുടെ തലമുറകൾ കർത്താവിനെ ഉയർത്തുന്നവരായി തീരും. അവരിലൂടെ അനേക ശുശ്രൂഷകർ ചില തലമുറകളിൽ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. കാരണം എന്തെന്നറിയാമോ? അവർ കർത്താവിനെ രുചിച്ചറിഞ്ഞവരാണ്. അപ്പൊ ഈ കുടുംബത്തെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പല വലിയ പ്രശ്നങ്ങളും പിശാചിന്റെ സാമ്രാജ്യത്തിന് ഉണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നിച്ചാക്കുവാൻ തക്കവണ്ണം അവൻ അനുവദിക്കത്തില്ല. അവരുടെ മധ്യത്തിലേക്ക് അവൻ ഡിവിഷൻ കൊണ്ടുവരും. അതുകൊണ്ട് ദൈവമക്കളെ മനസ്സിലാക്കുക, നമ്മുടെ ബന്ധത്തെ നാം വളരെ സൂക്ഷിക്കുക, നമ്മുടെ കുടുംബത്തെ വളരെ സൂക്ഷിക്കുക, നമ്മുടെ മാര്യേജിനെ വളരെയധികം സൂക്ഷിക്കുക. ഓർക്കുക, കർത്താവ് നമ്മുടെ മധ്യത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ്, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പോയാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കും. കർത്താവ് പറഞ്ഞ മഹത്വം നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ഹല്ലേലൂയ കുടുംബജീവിതം, നമ്മുടെ വിവാഹ ബന്ധം കർത്താവിന്റെ രാജ്യത്തിനും കർത്താവിന്റെ നാമത്തിനും ദൈവസഭയ്ക്കും മഹത്വമായി തീരും. ചുറ്റുപാടുമുള്ള അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരും. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ, ഭർത്താവിന്റെയും ഭാര്യയുടെയും മധ്യത്തിൽ അവരെ അകറ്റുന്നതായിട്ടുള്ള യാതൊന്നും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവന്റെ ഭാര്യയായിരിക്കണം. ഒരു ഭാര്യയ്ക്ക് അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് അവളുടെ ഭർത്താവായിരിക്കണം. മറ്റൊന്നുമാകരുത്. കുഞ്ഞുങ്ങളാകരുത്, ധനമാകരുത്, ജോലിയാകരുത്, സൗന്ദര്യമാകരുത്, കൂട്ടുകാരാകരുത്, മറ്റു കുടുംബമാകരുത്, അപ്പനും അമ്മയും ആകരുത്. നത്തിങ് എവർ ഷുഡ് കം ഇൻ ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. കാരണം എന്തെന്നറിയാമോ? അവർ ഒരു ശരീരമായി വിളിക്കപ്പെട്ടവരാ.
അനേകരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ കുഴപ്പമില്ല, ഒരു ശരീരമാ, കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില ബുദ്ധിമുട്ടാണ്, അല്ലേ? ഭർത്താവിനെക്കാട്ടി സ്നേഹം ഭാര്യയ്ക്ക് കുഞ്ഞിനോടാണോ എന്നൊരു തോന്നൽ ഭർത്താവിന് ഉണ്ടായി തുടങ്ങും. അതുപോലെ തന്നേക്കാൾ ഇഷ്ടം തൻ്റെ ഭർത്താവിന് മോളോടാണോ മോനോടാണോ എന്നുള്ള ഇഷ്ടം ചിന്ത ഭാര്യയ്ക്ക് വന്നു പോകും. ഒരിക്കലും നമ്മുടെ മധ്യത്തിൽ കുഞ്ഞുങ്ങൾ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് കൊണ്ട് വെച്ചിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഏതാ വലുത്? ഞാനൊരു പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടോ, ചർച്ച പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വായിച്ചത് ഞാൻ ഓർത്തെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10-15 years ago I read somewhere in some journal. അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഒരു സെമിനാർ നടക്കുമ്പോൾ ആ സെമിനാർ നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ, ആ പ്രൊഫസർ ഒരു ഇല്ലുസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒരു വോളണ്ടിയറെ മുന്നോട്ട് വിളിച്ചു. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ വളരെ ബോൾഡ് ആയിരുന്ന ഒരു പെൺകുട്ടി, PhD ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഐ ആം വില്ലിംഗ് ടു ബി വോളണ്ടിയറിങ്, ഞാൻ വോളണ്ടിയർ ആകാൻ തക്കോണം ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ പെൺകുട്ടി മുന്നോട്ട് കടന്നു ചെന്ന് സ്റ്റേജിലേക്ക്. ആ പെൺകുട്ടിയുടെ കയ്യിലോട്ട് സ്കെച്ച് പെൻ കൊടുത്തിട്ട് ആ ബോർഡിലോട്ട് പെൺകുട്ടിയോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള 6 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു ബോർഡിൽ. റൈറ്റ് ഡൗൺ the names of 6 persons whom you love the most. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 6 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു. അവൾ ആദ്യം എഴുതി അവളുടെ 1-year-old ചൈൽഡിന്റെ നെയിം, രണ്ടാമത് എഴുതി അവളുടെ ഹസ്ബൻഡിന്റെ നെയിം, മൂന്നാമത് എഴുതി അവളുടെ പപ്പയുടെ നെയിം, 4th മമ്മിയുടെ നെയിം, 5th her sister's name, 6th her friend's name. So you know all the 6 names were written on the board. Now the professor said, rub out 2 names. 2 പേരുകൾ തുടച്ചു കളയാൻ പറഞ്ഞു. So she asked why. He said, you just obey what I say. Wipe out, rub out 2 names. അവൾ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു. സിമ്പിൾ. അവൾ ഏറ്റവും താഴെയുള്ള 2 names, her sister and her friend, taken off. Now how many names left? എത്ര പേരുകൾ ഇനി ബാക്കിയുണ്ട്? 4 പേരുകളുണ്ട്. 1-year-old child, husband, parents. Now the professor said, take 2 more names out. She said, oh, it is too much. She said, no. He said, professor said, you got to do it because you said I am ready to volunteer for you. നീ പറഞ്ഞതാ ഞാൻ നിനക്ക് വോളണ്ടിയർ ചെയ്യാമെന്ന്, നീ സ്വമേധയാ കടന്നു വന്നതാ. You have to do it. You are taking out 2 more names now. That means if you are given a choice, you are willing to forget them. That is what it means. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ നീ ഈ 2 പേരെ കൂടെ നിന്റെ ജീവിതത്തിൽ മറക്കുവാൻ തയ്യാറാകണം. 2 പേരുടെ പേര് നീ മറക്കാനായിട്ട് തയ്യാറാകണം. അവൾ ആകെ വിഷമിച്ചു. She thought about her dad. She thought about her mom. They were the people who brought her to this world. How much they suffered for her. When she was a young girl, her dad and her mom, they did a lot for them, lot for her. അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തതാ പപ്പയും മമ്മിയും ഡാഡിയും മമ്മിയും. എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുവരെ? She was struggling. Professor said, come on, do it. What did she do? She wiped out that 2 names. Her parents, dad and mom. So now how many names left there? 2 names. Her 1-year-old child and her husband. And this girl was shivering. She didn't know what was the next question to come. Professor said, take 1 name out. ഈ 2 പേരിൽ നിന്ന് ഒരു പേര് നീ മായ്ക്കാൻ പറഞ്ഞു. If you are given a choice, one side your 1-year-old son, the other side your husband, who you will choose if a choice is given? അവൾ പറഞ്ഞു, it is impossible. I cannot give an answer for that. I love them both. Professor said, no, you have to give one of them out. You have to give them. She really broke down. She wiped off. You tell me whose name would be out. It is your choice to say now. നമ്മൾ തന്നെ പറഞ്ഞേ, ആ 2 പേരിൽ ആരുടെ പേരായിരിക്കും നിങ്ങൾ മായ്ക്കുന്നത്? എൻ്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുക,
ഒരു വയസ്സ് ഒത്തിരി കാലം കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ പേര് മായ്ക്കുമോ, അതോ ഹസ്ബൻഡിന്റെ പേര് മായ്ച്ചു കളയുമോ? ഹല്ലേലൂയ. എന്റെ സഹോദരന്മാരോട് ചോദിക്കുക, ഒരു വയസ്സുള്ള മോളുടെ പേര് മായ്ച്ചു കളയുമോ, അതോ ഭാര്യയുടെ പേര് മായ്ച്ചു കളയുമോ? ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് ആൻസർ. യു നോ വാട്ട് പ്രൊഫസർ സെഡ്, യു ഹാവ് ടു ഡു ഇറ്റ്. നീ വോളണ്ടിയർ ചെയ്യാമെന്ന് പറഞ്ഞ് കയറി വന്നതാ. യു ഹാവ് ടു ഡു ഇറ്റ് നൗ. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ മായ്ച്ചു കളഞ്ഞത് അവളുടെ ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ പേരാ. വാട്ട് ഐ റെഡ് ഈസ് ദിസ് വേ. ഞാൻ വായിച്ചത് ഇങ്ങനെയാ. അവിടെ എല്ലാം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി. ഡിഫറെന്റ് ഒപ്പീനിയൻസ് വന്നു. someone said she is so cruel, she is so rude. അവളുടെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ അവൾ മറന്നോ? ചിലർ പറഞ്ഞു അവൾ ചെയ്ത് ശരിയാ. പ്രൊഫസർ പറഞ്ഞു, you are liable to give an answer to the audience because they are divided now. You got to tell, you got to justify your action. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ വളർത്തി വലുതാക്കും. എന്നാൽ പ്രായമായി കഴിയുമ്പോൾ she will take her own way and go, leave me. But my husband, he will be there with me until the end of my life. ഞാൻ പറഞ്ഞ മനസ്സിലായ സഹോദരങ്ങളെ? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ വളർത്ത് വലുതാക്കുമ്പോൾ അവൻ ആണായാലും പെണ്ണായാലും ഒരു പ്രായം കഴിയുമ്പോൾ എന്നെ വിട്ടിട്ട് പോകും. എന്നാൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ജീവിതത്തിന്റെ അന്ത്യം വരെയും എന്നോട് കൂടെ ഉണ്ടാകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മധ്യത്തിൽ മറ്റൊന്നും കടന്നു വരരുത്. ഇന്നീ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ നാളെ നമ്മളെ വിട്ടു പോകും കേട്ടോ. എത്ര കുറവുള്ളവനായാലും കുറവുള്ളവളായാലും ഭാര്യ ഭർത്താവ് അന്ത്യത്തോടെ നിന്നോട് കൂടെ തന്നെ കാണും. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ മറ്റൊന്നും കടന്നു വരരുത്. ജോലി നാളെ നഷ്ടപ്പെട്ടേക്കാം. ജോലിയെ സ്നേഹിച്ച് ഭർത്താവിനെ മറക്കരുത്. ജോലിയെ സ്നേഹിച്ച് ഭാര്യയെ മറക്കരുത്. മറ്റു പലതും നമ്മുടെ ജീവിതത്തിൽ ഭാര്യയെ അവഗണിക്കുവാൻ്റെ കോണം, ഭർത്താവിനെ അവഗണിക്കുവാൻ്റെ കോണം കടന്നു വന്നേക്കാം. അപ്പനും അമ്മയും കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവരിരുവരും ഒരു ശരീരമായി തീരും. അപ്പനെയും അമ്മയെയും വിട്ടെങ്കിൽ മാത്രമേ ഭാര്യയോട് പറ്റിച്ചേരാൻ പറ്റൂ. ചിലരുടെ കുടുംബജീവിതത്തിൽ ഇപ്പോഴും ഭാര്യ, അപ്പനും അമ്മയും ആ കുടുംബം നയിക്കുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഭർത്താവിനോടല്ല ചോദിക്കുന്നത്, നേരെ വിളിക്കും, പപ്പായും മമ്മിയും വിളിക്കും നാട്ടില് അല്ലേ? അല്ലെ ആങ്ങളെയോട് ചോദിക്കും. അല്ലെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നേരെ വിളിക്കും, ഭർത്താവ് നേരെ വിളിക്കും, ഭർത്താവിന്റെ അമ്മയെ വിളിക്കും, അപ്പനെ വിളിക്കും, അല്ലെ പെങ്ങളെ വിളിക്കും. ഭാര്യയോട് ചോദിക്കത്തില്ല. ഇവിടെ വചനം പറയുന്നു, അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അങ്ങനെ ഇരുവരും ഒരു ദേഹമായി തീരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരികയാ. ഈ വചനം നമ്മൾ ഏറ്റെടുക്കണം. അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടുവാൻ നമ്മൾ പോകരുത്. അത് ദൈവകൽപ്പനയ്ക്കെതിരാ. ലെറ്റ് ദം ലിവ് ദെയർ ഫാമിലി ലൈഫ്. അവരവരുടെ കുടുംബജീവിതം നയിക്കട്ടെ. നമ്മളോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, പാഠങ്ങളിൽ നിന്ന് അവരെ അഡ്വൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതല്ലാതെ അവരെന്ത് ചെയ്യണമെന്നുള്ളത് അതിനിടയ്ക്ക് കയറി നമ്മൾ പറയാൻ പോകരുത്. അവർ തീരുമാനിക്കട്ടെ. മറ്റൊരാളുടെ കുടുംബജീവിതത്തെ നയിക്കാൻ തക്കവണ്ണം, നിയന്ത്രിക്കാൻ തക്കവണ്ണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറരുത്. ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരാ. അതുപോലെ തന്നെ അപ്പനെയും അമ്മയും നമ്മൾ സ്നേഹിക്കണം, അവരെ കരുതണം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. അവർ മരിക്കുന്ന നിമിഷം വരെയും നമ്മുടെ ഉത്തരവാദിത്വം അവരെ സൂക്ഷിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബജീവിതം നയിക്കാൻ അവരെ അനുവദിക്കണമെന്നല്ല. We have to draw lines where it is to be drawn. വരയ്ക്കേണ്ടിടത്ത് വരകൾ വരയ്ക്കണം ദൈവമക്കളെ. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിന്റെ മധ്യത്തിൽ ഒന്നും തന്നെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിന്റെ മധ്യത്തിൽ ഒന്നും തന്നെ തടസ്സമായി കടന്നു വരരുത്. നമ്മളെ അകറ്റുന്നത് ഒന്നും തന്നെ, രണ്ടാക്കി മാറ്റുന്നത് ഒന്നും തന്നെ കടന്നു വരരുത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സമയമുണ്ട്, ഭർത്താവിന് കൊടുക്കാൻ സമയമില്ല, ഭാര്യയ്ക്ക് കൊടുക്കാൻ സമയമില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സമയമുണ്ട് അല്ലേ? ചിലരുണ്ട് ന്യൂസ് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളു, ന്യൂസിനാ സമയം. ചിലർക്ക് വീഡിയോ ഗെയിംസ് ആയിരിക്കും സമയം, ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും സമയം, ഓരോ ഹോബികളായിരിക്കും, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. എന്തായാലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അതിന് മധ്യത്തിൽ മറ്റൊന്നും തടസ്സമാകരുത്. ആകപ്പാടെ കിട്ടുന്നത് ആഴ്ച ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും അല്ലേ?
എല്ലാ ദിവസവും നോക്കുമ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ജോലിക്ക് പോകും, അല്ലെ ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോകും. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കാണാൻ കിട്ടുന്ന സമയം വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം കിട്ടും. അന്ന് പലപ്പോഴും നടക്കുന്ന എന്താണെന്നറിയാമോ? സോഫയുടെ ഒരു സൈഡിൽ ഭാര്യ മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കും, മറ്റേ സൈഡിൽ ഭർത്താവ് മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കും. നോ കമ്മ്യൂണിക്കേഷൻ ഈച്ച് അതർ. നോ ഫെലോഷിപ്പ് ക്യാൻ ബി there without communication. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, പരസ്പരം കോൺവെർസേഷൻസ് ഇല്ലെങ്കിൽ അവിടെ ഫെലോഷിപ്പ് ഇല്ല. ഹൃദയങ്ങൾ തമ്മിൽ അറിയത്തില്ല, ബന്ധം അകന്നകന്നകന്നു പോകും. മറന്നു പോകരുത്. അതിന് വേറെ വശങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിലൂടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്താ, അതാ നമ്മുടെ തലയ്ക്കകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വാല്യൂ യുവർ റിലേഷൻഷിപ്പ്, വാല്യൂ യുവർ മാരേജ്. ദാറ്റ് വിൽ ഗോ ഗുഡ് വിത്ത് യു. Set an example for your children there. Set an example in front of the church. Set an example before the unbelieving world that how Christ is working in your marriage life. നമുക്ക് മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഒരു ദൈവവചനത്തിലെ വലിയൊരു കൽപ്പനയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ ഒരു കൽപ്പന എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ നിങ്ങൾ വേർപെട്ടിരിക്കരുത്. സാത്താൻ നിങ്ങളുടെ അജിതേന്ദ്രിയം നിമിത്തം നിങ്ങളെ വീണ്ടും പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവിൻ. നിങ്ങളുടെ അജിതേന്ദ്രിയം നിമിത്തം പിശാച് നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര സമ്മതമല്ലാതെ മാറിയിരിക്കുവാൻ കൽപ്പനയില്ല. ഭർത്താവോ ഭാര്യയോ ഉപവസിക്കാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ പെർമിഷൻ എടുക്കണം ദി അതർ പേഴ്സന്റെ. ഭർത്താവിന് തോന്നുകയാ കുറച്ചു നേരം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ നിങ്ങൾ വേർപെട്ടിരിക്കരുത്. അടുത്ത 40 ദിവസം ഞാൻ ഉപവാസത്തിലാന്ന് പറഞ്ഞ് സ്വന്തം തീരുമാനമെടുത്ത് 40 ദിവസം ഏകാന്തവാസം വസിക്കുവാൻ തക്കവണ്ണം ഒരു ക്രിസ്ത്യൻ ഭർത്താവിനെ ദൈവം അനുവദിക്കുന്നില്ല, ഒരു ക്രിസ്ത്യൻ ഭാര്യയെ ദൈവം അനുവദിക്കുന്നില്ല. അതാ അനേകരുടെ കുടുംബജീവിതങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയുടെ പേരിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. മനസ്സിലായോ? ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പറയാനുള്ള മെസ്സേജ് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരും. ചിലർ പറയും അവൾ കർത്താവിനെ അറിഞ്ഞതി പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. ചിലർ പറയും പുള്ളിക്കാരൻ കർത്താവിനെ അറിഞ്ഞതി പിന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. സകല സമയവും പ്രാർത്ഥന. കുടുംബത്തിൽ സമയമില്ല, ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ സമയമില്ല. ദൈവമക്കളെ, അങ്ങനെ ആവരുത്. കുടുംബം, ദാറ്റ് ഈസ് യുവർ പ്രൈം മിനിസ്ട്രി. ദാറ്റ് ഈസ് വേർ ഗോഡ്സ് ഗ്രേസ്, God's glory to be revealed to the world. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരസ്പര സമ്മതത്തോടെ അല്ലാതെ നിങ്ങൾ വേർപെട്ടിരിക്കരുത്. വേർപെട്ടിരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവാദം ചോദിക്കണം, പ്രാർത്ഥിക്കാൻ വേണ്ടി, ഉപവസിക്കാൻ വേണ്ടി. അങ്ങനെ കർത്താവിന്റെ പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ സഹോദരിയോട്, ഭാര്യയോട് പറയണം, എനിക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം, എനിക്ക് ഉപവസിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. What do you say about that? ഒരിക്കലും കർത്താവിനെ അറിഞ്ഞ ഒരു സഹോദരി പറയത്തില്ല പറ്റത്തില്ലെന്ന്. കർത്താവിനെ അറിഞ്ഞ ഒരു സഹോദരൻ പറയത്തില്ല പറ്റത്തില്ലെന്ന്. ഓക്കെ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവിടെ വലിയ അർത്ഥങ്ങളുണ്ട്. ഈ പരസ്പര സമ്മതത്തോടല്ലാതെ വേർപെട്ടിരിക്കരുത് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേർപെട്ടിരിക്കരുത്. They are one body. They are together all the time. Praise the Lord. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശ്രേഷ്ഠകരമായ ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറയാണ് ഈ വിഷയങ്ങൾ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ, നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഒന്ന് നോക്കിയേ. എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞാൽ, സ്വന്തം ഭർത്താവിന് കീഴടങ്ങുന്ന ഒരു ഭാര്യ ആക്ച്വലി കീഴടങ്ങുന്നത് കർത്താവിനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആർക്കും കർത്താവിന് കീഴടങ്ങുവാൻ ഒരു മടിയുമില്ല, അല്ലേ സഹോദരിമാരെ? ഇവിടെ സഹോദരിമാരോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സഹോദരിമാരോട് പറഞ്ഞത് ദൈവത്തിന്റെ വചനം പറയുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 8-9 വാക്യത്തിൽ പറയുന്നു, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. അതുപോലെ പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ട് അത്രേ സൃഷ്ടിക്കപ്പെട്ടത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ വാക്യമാണ്.
8-9 വാക്യങ്ങൾ. അപ്പൊ പുരുഷനെ ദൈവം സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയാ. അതുപോലെ സ്ത്രീയിൽ നിന്നല്ല പുരുഷനെ ദൈവം സൃഷ്ടിച്ചത്, പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്ത്രീയോട് പറയുകയാണ്, നിനക്ക് പുരുഷനെ മറന്നൊരു ജീവിതമില്ല, നിന്റെ സ്വന്തം ഭർത്താവിനെ മറന്ന് നിനക്കൊരു ജീവിതമില്ല. നിന്നെ കുടുംബ ബന്ധത്തിലാക്കി വെച്ചിരിക്കുന്നത് അവന് തുണയായിട്ടാണ്. ഹല്ലേലൂയ. അവന് കീഴടങ്ങിയിരിക്കണം. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? ഇൻഫീരിയർ ആക്കേണ്ട കാര്യമില്ല. ഓ, ഞാൻ എൻ്റെ ഭർത്താവിന് കീഴടങ്ങിപ്പോയ ഭർത്താവ് വലുതും ഞാൻ ചെറുതാവ് പോകുമെന്ന് ചിന്തിക്കരുത് ഒരിക്കലും കേട്ടോ. നമുക്ക് ട്രിനിറ്റി അറിയാം, തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ 3 പേരും ഈക്വൽ ആണ്. If you draw a line, the Father, the Son and the Holy Spirit, they are same at the same level. One is not bigger than the other one. They are God. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ, വാഴ്ത്തപ്പെട്ട കർത്താവ്, നമ്മുടെ സുവിശേഷം ഒക്കെ ഒന്ന് നോക്കിക്കേ, വാഴ്ത്തപ്പെട്ട കർത്താവ് എപ്പോഴും പറയുന്നത് എന്തോന്നറിയാമോ? ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ വന്നത്. പിതാവിന് സ്വയം കീഴടങ്ങി കൊടുക്കുക പുത്രൻ. പുത്രൻ സ്വയം സമർപ്പിക്കുന്നത് കൊണ്ട്, പുത്രൻ കീഴടങ്ങുന്നത് കൊണ്ട് പുത്രൻ ദൈവമല്ലാതായി തീരുന്നുണ്ടോ? ഒരിക്കലുമില്ല ദൈവമക്കളെ. ഭർത്താവിന് ഭാര്യ കീഴടങ്ങുന്നത് കൊണ്ട് ഭാര്യയുടെ ഐഡന്റിറ്റി പോകുന്നില്ല, ഭാര്യ അപ്രധാനമായി തീരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ശരീരത്തിൽ ഏതാണ് മാനമില്ലാത്തത്? അവർ രണ്ടുപേരും ഒരു ശരീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഭാര്യ എങ്ങനെയാ വിലയില്ലാത്തതായി തീരുന്നത്? They are equal. They are equally important. But a commandment is this: submit to your husband. When you are submitting to your husband, you are submitting to the Lord, because that is a commandment. ഇവിടെ പറഞ്ഞത് കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങുവിൻ. അവിടെ വചനം എഴുതിയിരിക്കുന്നു നോക്കിയേ, 24-ാമത്തെ വാക്യം നോക്കിയേ. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സഭ കീഴടങ്ങിയിരിക്കുക കർത്താവിനല്ലേ. നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ ദൈവ കർത്താവിനെ? ഇല്ല. കർത്താവ് പറയുന്ന കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക എപ്പോഴും. നമുക്ക് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇവിടെ പറയുന്നു കർത്താവ് എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത് സഭയുടെ തലയാണ്. സഭയുടെ തലയാണ് ക്രിസ്തു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് 3-ാമത്തെ വാക്യം പറയുന്നു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവെന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീയുടെ തല പുരുഷനാണ്. ക്രൗൺ ഓഫ് എ വുമൻ ഈസ് മാൻ. അപ്പൊ ശരീരം എപ്പോഴും തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് അതിന്റെ അർത്ഥം. കാരണം തലയില്ലാത്ത ഒരു ശരീരത്തെ കുറിച്ച് ഒന്ന് ഭാവന ചെയ്ത് നോക്കിയേ. തിങ്ക് ഓഫ് എ ബോഡി വിത്തൗട്ട് ഹെഡ്, ഹൗ വുഡ് ഇറ്റ് ലുക്ക് ലൈക്ക്? ഹല്ലേലൂയ. തലയ്ക്ക് കീഴടങ്ങിയിരിക്കണം ഒരു ശരീരം. അതാണ് അവിടെ പറയുന്നത്. അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. കീഴടങ്ങിയിരിക്കുക. ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ആളാ. സഹോദരങ്ങളെ, നമ്മൾ കീഴടങ്ങുന്നത് കൊണ്ട് ഒരിക്കലും ഇൻഫീരിയർ ആവുന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറയുന്നു, അവൻ അവർക്ക് കീഴടങ്ങിയിരുന്നെന്ന്. യോസഫിനും മേരിക്കും യേശു കർത്താവ് കീഴടങ്ങിയിരുന്നെന്ന്. സബ്മിറ്റ്. ആരാ വലുത്? ജീസസ് ഈസ് വലുത്. ഹൂ ഈസ് ബിഗർ ആൻഡ് ഹൂ ഈസ് മോർ ഹോണറബിൾ ആൻഡ് ഹൂ ഈസ് മോർ ഇമ്പോർട്ടന്റ്? ഈസ് ജീസസ് ഓർ ജോസഫ് ആൻഡ് മേരി? യോസഫും മേരിയും ആണോ important, honorable? അതോ ജീസസ് ആണ്? Who is big? Jesus is God. Joseph and Mary, they are just simply human beings. But the Bible says Jesus was subject to the authority of his parents, because that is what his father told him to do. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നു. പിതാവ് പുത്രനായ യേശുവിനോട് പറഞ്ഞു, ഒരു certain age വരെ, up to the age of 30 or so, you are subject to the authority of your parents. Be under their authority. But it is not who is the authority, it is about who put that authority over you. ഇവിടെ പറഞ്ഞ പോലെ കർത്താവിന് എന്ന പോലെ ഭർത്താവിന് കീഴടങ്ങണം. ആരാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് മുകളിൽ വെച്ചിരിക്കുന്നത്? എൻ്റെ കർത്താവാണ്. So when I am honoring my husband, I am honoring my Lord. It doesn't make you inferior, my sisters.
നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. ഇത് സമാനമായ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാമോ? പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ സമാനമായ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യം അവിടെ പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 1. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ചിലർ പറയും, ചില ഭാര്യമാര് പറയും, എന്റെ ഭർത്താവ് വലിയ വിശ്വാസമൊന്നുള്ള ആളൊന്നും അല്ലെന്ന്. വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വചനം പറയുന്നു, സ്റ്റിൽ യു ഹാവ് ടു സബ്മിറ്റ് ടു ഹിം. എല്ലാത്തിലും ഞാൻ അവസാനം പറയാം, കർത്താവ് സമയം തരുന്നെങ്കിൽ അവസാനം ഞാൻ പറയാം. ദൈവഹിതത്തിന് വിപരീതമായ, ദൈവവചനത്തിന് വിപരീതമായിട്ടുള്ളത് എന്തെങ്കിലും ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാനൊന്നും കൽപ്പനയില്ല കേട്ടോ. അത് ഞാൻ അവിടേക്ക് വരുമ്പോ പറയാം. ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ചു കേട്ട എന്താ, സകലത്തിലും കീഴടങ്ങണമെന്നാണ് 23-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യത്തിൽ കേട്ടത് നമ്മൾ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. സകലത്തിലും ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. പ്രൈസ് ഗാഡ്. കാരണം എന്തെന്നറിയാമോ? കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം അധികാരമാണത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം നാം അനുസരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദി അതോറിറ്റി. യു നോ, ദർ ഇസ് ആൻ അതോറിറ്റി ദെയർ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അതോറിറ്റികൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇവിടെ ഒരു രാജ്ഞിയുണ്ടല്ലോ, ക്വീൻ എലിസബത്ത്, അവരെ അറിയാമല്ലോ. ഈ UK ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീ അവരാണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ അവരാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീ അവരാണ്. ആണോ? പിന്നെന്തിനാ നമ്മൾ അവർക്ക് കീഴടങ്ങുന്നത്? അവരെക്കാട്ടി ക്വാളിഫൈഡ് ഉള്ള എത്രയോ സയന്റിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ രാജ്ഞിക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാരും കീഴടങ്ങത്തില്ലേ? അവരെക്കാൾ ധനവാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും ഇവിടെ. ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുക. എന്തിനാ കീഴടങ്ങുന്നത്? ബിക്കോസ് ഷീ ഹാസ് ദി അതോറിറ്റി. ആൻഡ് അതോറിറ്റി ഈസ് ഗിവൺ. ഭർത്താവിന് ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കും, ഭർത്താവിന് വിദ്യാഭ്യാസം കുറവായിരിക്കും, ഭർത്താവിന് പല കാര്യങ്ങളിൽ കുറവ് നിനക്ക് തോന്നും. എപ്പോഴാ കുറവ് തോന്നുന്നത് അറിയാമോ? മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അതാ ഏറ്റവും വലിയൊരു തെറ്റ്. സ്വന്തം ഭർത്താവിനെ വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്യരുത്. സ്വന്തം ഭാര്യയെ വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യുമ്പോഴാണ് കുറവ് കാണുന്നത്. നമുക്ക് വേണ്ടുന്ന പെർഫെക്റ്റ് മാച്ചാ കർത്താവ് തന്നത്. ഈ ലോകത്തെ മുഴുവനും അരച്ച് കലക്കി നോക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ ഭാര്യയെ പോലെ വേറൊരാളെ എനിക്ക് യോജിക്കുന്നതായിട്ട് ഈ ലോകത്ത് കിട്ടത്തില്ല കേട്ടോ. എൻ്റെ സ്വഭാവത്തിന് ചേരുവാൻ തക്കവണ്ണം എനിക്ക് ചേരുന്നവളായിട്ട് മറ്റാൾ ഈ ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. എനിക്ക് തോന്നും കാണുമെന്ന്, പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഹൃദയം അറിയുന്ന ദൈവം, എൻ്റെ സ്വഭാവം അറിയുന്ന ദൈവം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുതന്നെങ്കിൽ ദ ബെസ്റ്റ്, ഇറ്റ് ഈസ് ഗോഡ്സ് ചോയ്സ്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് കുറവുള്ളതായിട്ട് തോന്നുന്നത്. കുറവുണ്ടെങ്കിൽ പോലും because an authority is given, we need to honor the authority. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ പലരുണ്ട് അതോറിറ്റി ഉള്ളവർ. നമ്മുടെ ഓഫീസിൽ അതോറിറ്റി ഉള്ളവർ എത്ര പേരുണ്ട്? മാനേജേഴ്സ് ഉണ്ട്. നമ്മളെക്കാട്ടി സൗന്ദര്യം കൂടുതലുണ്ടോ മാനേജേഴ്സിന്? ഇല്ല. നമ്മളെക്കാട്ടി വിദ്യാഭ്യാസം കൂടുതലുണ്ടോ? കാണത്തില്ലായിരിക്കും ചിലപ്പോൾ. നമ്മളെക്കാട്ടി ഹൈറ്റും വെയിറ്റും കൂടുതലുണ്ടോ? കാണത്തില്ല. നമ്മളെക്കാട്ടി ഫാമിലി സ്റ്റാറ്റസ് കൂടുതലുണ്ടോ? കാണത്തില്ല. പിന്നെ എന്തിനാണ് നമ്മളവരെ റെസ്പെക്ട് ചെയ്യുന്നത്? ബിക്കോസ് അതോറിറ്റി ഈസ് ഗിവൺ. അധികാരമുള്ളിടത്തോളം നമ്മൾ കീഴടങ്ങിയേ പറ്റൂ. അതാ ദൈവത്തിന്റെ കൽപ്പന. റോമർ 13 പറയുന്നു, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. അതിനെഴുതിയിരിക്കുക. അപ്പൊ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ്. നാം മറന്നു പോകരുത്. ഒരിക്കലും നമ്മുടെ സബ്മിഷൻ നമ്മളെ ഇൻഫീരിയർ ആക്കി മാറ്റുന്നില്ല. ഞാൻ അവിടെ ഒത്തിരി പറഞ്ഞു നിൽക്കുന്നില്ല. ഈ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിനെന്നല്ല, അത് കീഴടക്കുവിനെന്നല്ല. ഭർത്താക്കന്മാരോട് ദൈവവചനം പറയുന്നില്ല അവള് കീഴടങ്ങിയില്ലെങ്കിൽ തലമുടിക്ക് പിടിച്ച് കീഴടക്കണമെന്ന്. നോ, കീഴടങ്ങുക ഇറ്റ്സ് എ വോളണ്ടറി പ്രോസസ്. ദർ ഇസ് നോ ഫോഴ്സ് നീഡഡ്. കീഴടക്കുക എന്നല്ല. ഈ അധികാരം എന്ന് പറഞ്ഞ എന്തോന്നറിയാമോ? 2 തരത്തിലുള്ള അധികാരം ഈ ലോകത്തിലുണ്ട്. ഒന്ന് സീസറിന്റെ അധികാരമുണ്ട്, രണ്ടാമത് കർത്താവിന്റെ അധികാരമുണ്ട്. സീസറിന്റെ ദി അതോറിറ്റി ഓഫ് സീസർ ഈസ് മിലിറ്ററി പവർ.
But the authority of Jesus Christ is authority comes out of compassion. പക്ഷെ പല ഭർത്താക്കന്മാരുടെയും ജീവിതത്തിൽ സീസറിന്റെ പരിപാടിയാ ഫോളോ ചെയ്യുന്നത് അല്ലേ? പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ കൈ ഒന്ന് പറയും, രണ്ട് പറയും, പിന്നെ മൂന്നാമത് കയ്യും കാലും എടുക്കുന്നത് അല്ലേ? പേടിപ്പിച്ച് അധികാരത്തിന്റെ കീഴെ കൊണ്ടുവരിക. അതാണ് സീസറിന്റെ അതോറിറ്റി. ഭർത്താവിന് ചിലർ പറയത്തില്ല, എന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി ഒന്നും പറയത്തില്ല. അത് ബഹുമാനം കൊണ്ടല്ല, പേടി കൊണ്ടാ. ചിലപ്പോൾ അടിക്കോ, എന്തോ ഭ്രാന്തനല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്ന് പേടിച്ചായിരിക്കും ചിലപ്പം പറയാത്തത്. ഭയപ്പെടുത്തി നിർത്തുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് സീസറിന്റെ അതോറിറ്റിയാ. അവിടെ കർത്താവിന് നാമം മഹിമപ്പെടത്തില്ല കേട്ടോ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലല്ല സീസർ സഭയെ ഉപദ്രവിച്ചതുപോലെ ആയിപ്പോകും. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. കർത്താവിന്റെ അധികാരം എന്തോന്നറിയാമോ? തലയ്ക്ക് ശരീരത്തോടുള്ള അധികാരം. ഈ തല എപ്പോഴും പറയുന്നുണ്ടോ, ഞാൻ നിന്റെ തലയാ സൂക്ഷിച്ചോണം, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന തല പറയത്തില്ല. തലയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ ശരീരത്തിന് ഏത് ആവശ്യം വന്നാലും തല പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. വയറിനകത്തൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തല കൈയോട് പറയും, തല കാലിനോട് പറയും, നീ വേഗം മേളിപ്പോയി ആ ഡ്രോയറിനകത്ത് കുറച്ച് ടാബ്ലറ്റ് ഇരിപ്പുണ്ട്, അവിടെ മേളിലോട്ട് കാൽ അവിടെ ചെല്ലും. കാല് ചെല്ലുമ്പോൾ തല കൈയോട് പറയും, കൈയിട്ട് അതെടുക്ക്. എന്നിട്ട് തല കണ്ണിനോട് പറയും, വായിച്ചു നോക്ക് എക്സ്പയറി ഡേറ്റ് എന്നാന്ന്. നോക്കിയേ, തലയുടെ ആജ്ഞയാണല്ല. എന്തിനാ? വയറിന് വേണ്ടി. ഇതൊരു പെർഫെക്റ്റ് പ്രൊട്ടക്ഷനാന്ന് നോക്കിയേ തല കൊടുക്കുന്നത്. അപ്പൊ തല ഇത്രയും കൈകാര്യം ചെയ്യുമ്പം ശരീരം ഓട്ടോമാറ്റിക്കലി കീഴടങ്ങും. ചിലയിടത്ത് നടക്കുന്ന കാര്യം എന്തോന്നറിയാമോ? ഭർത്താവിന്റെ ആവശ്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഭാര്യയെ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോ കീഴടങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. മുകളിൽ നിന്നുള്ള വേറൊരു കാര്യം കൂടെ പറയട്ടെ. കൈസറുടെ അധികാരം എന്ന് പറയുന്നത് ഇമ്പോസ് ചെയ്യുന്നത്, അടിച്ചമർത്തുന്നതാണ് കൈസറിന്റെ അധികാരം. പക്ഷെ ക്രിസ്തുവിന്റെ അധികാരം അടിച്ചമർത്തുന്നതല്ല, താഴെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അക്സെപ്റ്റഡ് ഫ്രം ബിനീത്ത്. അവിടെയാണ് അധികാരം. ക്രിസ്തുവിന്റെ അധികാരം ക്രിസ്തു ആരുടെ മേലും അടിച്ചമർത്തുകയല്ല, പിന്നെയോ സഭ സ്വയം ഏറ്റെടുക്കുക യേശുവിന്റെ അധികാരം. സഭയ്ക്ക് കീഴടങ്ങുക. ഒരു ഭർത്താവ് ഉപയോഗിക്കേണ്ട അധികാരം ക്രിസ്തുവിന്റെ അധികാരമാണ്. തല ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ തന്റെ ഭാര്യയെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ഭാര്യയോട് കീഴടങ്ങാൻ ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി കീഴടങ്ങും. അതാ ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വന്നാലുള്ള ഗുണം. ആരും ഇവിടെ ഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ടേക്കിംഗ് കെയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഒരാൾ സബ്മിറ്റ് ചെയ്യുക, മറ്റൊരാൾ ലവ് ചെയ്യുക. അപ്പൊ അതോറിറ്റി ത്രൂ ലവ് ആൻഡ് സബ്മിഷൻ ഓൾസോ ത്രൂ ലവ്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വേഗം പോകട്ടെ, സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നല്ലോ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. നമ്മൾ ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വേദനിപ്പിക്കത്തില്ലല്ലോ. ഞാൻ ഒത്തിരി കാര്യങ്ങളെ സമയം പോയത് കൊണ്ട് വളരെ മുന്നോട്ട് പോവുക. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വേദനിപ്പിക്കത്തില്ലല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് എനിക്കറിയാമെങ്കിൽ ഞാനത് പറയരുത്. ചില കാര്യങ്ങൾ എൻ്റെ ഭർത്താവിന് വേദനിക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾ പറയരുത്. കുറവ് പറഞ്ഞ് മനസ്സിലാക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. അതിന് ആ സമയമുണ്ട്, ആ ഒരു നല്ല മൂഡുണ്ട്. നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ പറയാം. ചിലരുണ്ടല്ലോ പഴയ കാര്യത്തിലെ കുറവുകൾ, പഴയ കാലത്തിലെ നിങ്ങൾ അങ്ങനായിരുന്നു, നിങ്ങൾ ഇങ്ങനായിരുന്നു, അത് ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. പറഞ്ഞ് വേദനിപ്പിക്കുമല്ലേ. പണ്ട് അങ്ങനായിരുന്നു, പണ്ട് ഇങ്ങനായിരുന്നു, അത് ഞാൻ മറന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് പറയുന്ന ആളിന്റെ കുറവുകൾ എന്തൊക്കെയാ നാളെ ഓർക്കുന്നുണ്ടോ? ചിലപ്പോ ഭർത്താവിന് പോലും അറിയാത്ത എന്തെല്ലാം കുറവുകൾ ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പണ്ട്. അതുവല്ലം ഭർത്താവ് അറിഞ്ഞെങ്കിൽ എപ്പോഴേ തട്ടിക്കളഞ്ഞതിന് വരുന്നല്ലേ. ഭാര്യ അറിയാത്ത എന്തെല്ലാം കുറവുകൾ പഴയ കാലത്ത് ഈ ഭർത്താവിനുണ്ട്. അത് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ക്ഷമിക്കാൻ അവര് തയ്യാറായില്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ക്ഷമിച്ചുകൂടാ? സഹോദരങ്ങളെ, എപ്പോഴും ഇത് പിശാചിന്റെ പണിയാണ്. ഇതല്ല എന്തിനാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ. അപ്പൊ പിശാചിനല്ല കീഴടങ്ങേണ്ടത്, കർത്താവിന് കീഴടങ്ങണം. ഒരിക്കലും പഴയ കാലം പറഞ്ഞ് ഹല്ലേലൂയ നമ്മുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാൻ ഇടയാകരുത്. ഏതെങ്കിലും കർത്താവിന്റെ പ്രവൃത്തി എന്താണെന്നറിയാം? കർത്താവ് സഫർ ചെയ്യുകയായിരുന്നു കേട്ടോ. ഈ നമ്മുടെ സഭയെന്നല്ല, സഭയെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഇല്ല. കർത്താവ് സഫർ ചെയ്യുകയായിരുന്നു, എല്ലാം സഹിക്കുകയായിരുന്നു കർത്താവ്. കർത്താവിനെ സഭയെ കൂടെ ഒന്ന് നോക്കിക്കേ. കർത്താവ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, സഭയോ ടോട്ടലി ഇംപെർഫെക്റ്റ്. ഈ ഇംപെർഫെക്റ്റിന് വേണ്ടിയാ കർത്താവ് മരിക്കാൻ തയ്യാറായി വന്നത്. അപ്പൊ ഒരു ഭർത്താവ് എപ്പോഴും ചിന്തിക്കേണ്ടത്,
എൻ്റെ ഭാര്യ ഇംപെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, വചനം അങ്ങനെയാ പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിക്കോളാം. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നേ. പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവിൻ. സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കണമെന്നാ ഭർത്താക്കന്മാരോട് പറഞ്ഞത്. ഒന്ന്, അവര് കൃപയ്ക്ക് കൂട്ടവകാശിയാ. ദൈവസന്നിധി നിൽക്കുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും ഒന്നുമില്ല കേട്ടോ, നമ്മൾ തുല്യരാണ് അവിടെ. അവര് കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം, ഈ ഭൂമിയിൽ അവർ ബലഹീന പാത്രമാണ്. നമ്മളെക്കാട്ടി ബുദ്ധി ഉണ്ടെന്നൊക്കെ അവർ പറയും, പക്ഷെ എങ്കിലും അവർ ബലഹീന പാത്രമാണ്. നമ്മുടെ അത്രയും ആരോഗ്യം അവർക്കില്ല. പല കാര്യങ്ങളിൽ ഒരു പുരുഷനോളം നിൽക്കാൻ ഒരു സ്ത്രീക്ക് കഴിയത്തില്ല, ഉണ്ടെന്നൊക്കെ അവർ പറയും. പുരുഷനോടൊക്കെ ഇപ്പോഴത്തെ ഫെമിനിസം ഒക്കെ കാണുന്നുണ്ടല്ലോ, നമുക്കറിയാം പുരുഷനോട് തുല്യത അവർ ഒക്കെ പറയും. പക്ഷേ നമുക്ക് തന്നെ അറിയാം, ഈ പറയുന്നവർക്ക് തന്നെ അറിയാം പുരുഷന്റെ അത്ര ആവത്തില്ലെന്നവര്. ചിലപ്പോൾ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ദൈവത്തിന്റെ സന്നിധി ഇന്റലിജൻസ് ഒന്നും ഒരു വിഷയമൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറയുന്നു, സഹോദരിമാര് ബലഹീന പാത്രമെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് സഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്ത് അവരെ ബഹുമാനിക്കണമെന്ന് ഭർത്താക്കന്മാരോടുള്ള കൽപ്പനയാണ്. Not to be so demanding on them. Why didn't you do that? Why did you do that? No. Praise the Lord. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, രണ്ടുപേരും ഒരു ശരീരമാണെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നു ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല കേട്ടോ. ചിന്തിച്ചു നോക്കണമേ സഹോദരങ്ങളെ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എൻ്റെ വലത്തെ കൈയാണോ ചെയ്ത് എൻ്റെ ഇടത്തെ കൈയാണോ ചെയ്ത്, ഇറ്റ് ഈസ് അൺഇമ്പോർട്ടൻറ്റ് സോ ലോങ് ആസ് ദാറ്റ് തിങ് ഈസ് ഡൺ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഏത് കൈകൊണ്ട് ചെയ്തു എന്നുള്ളതല്ല വിഷയം, ചെയ്തോ എന്നുള്ളതാ വിഷയം. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും ഒരു ശരീരമാണെങ്കിൽ വീട്ടിലുള്ള ഒരു കാര്യം ആര് ചെയ്യുന്നു എന്നുള്ള വിഷയമല്ല, അത് രണ്ടുപേരും ചെയ്യാൻ തയ്യാറാവണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഭാഗത്തെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വഴികളെ കുറിച്ചൊക്കെ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. നെവർ ലീവ് എനിത്തിങ് ഫോർ യുവർ വൈഫ് ടു ഡു. ഭാര്യ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഭർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഓ, ഭർത്താവ് ചെയ്ത ഈ പുള്ളി ഈ ചെയ്തു വെച്ചിരിക്കുന്നൊക്കെ എന്തോ ഇതാണോ കൂട്ടാൻ എന്ന് പറയുന്ന സാധനം, അല്ല ഇതാണോ കറി എന്ന് പറയുന്ന സാധനം. പുള്ളിക്കാരന്റെ ജീവിതത്തിലെ മൊത്തം കൂടെ വെച്ചിട്ടുണ്ടാക്കി വെച്ചതായിരിക്കും ചിലപ്പം. നമ്മൾ വെച്ചതിന് അത്രയും ശരിയാവത്തില്ലായിരിക്കാം ചിലപ്പം. അല്ല, ഭാര്യയെ നോക്കി കുറ്റം പറയും, ഇങ്ങനെയാ പെണ്ണാന്നും പറഞ്ഞ് ജനിച്ചതാ, ഇങ്ങനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന, അമ്മ ഇങ്ങനാന്ന് പഠിപ്പിച്ച്. പുള്ളിക്കാരി എല്ലാം പണ്ടൊരു പുട്ടിന്റെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരിക്കലും ചീത്തവിളി കേൾക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തു വെക്കത്തില്ല. അവരെ കൊണ്ട് കഴിയുന്ന ബെസ്റ്റ് അവരുണ്ടാക്കി വെക്കുന്നത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക സഹോദരങ്ങളെ. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാമെങ്കിൽ എന്തോ ഒരു എൻകറേജ്മെന്റ് ആണെന്നറിയാമോ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അവരുടെ മുഖമൊക്കെ ഇങ്ങോട്ട് വിടരുന്നതാണ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തില് പിന്നെ എന്തെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യാമെങ്കിൽ അവരുടെ മുഖം എത്ര സ്മൈലാകും. അതുപോലെ ഉപ്പ് കുറച്ച് കൂടിയെന്ന് പറഞ്ഞാലും സാരമില്ലെന്ന്, അങ്ങ് കടിച്ചങ്ങ് ഇറക്കി അയച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്നേഹത്തോടൊക്കെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ആ 2 ദിവസം മുമ്പ് വെച്ച കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു, അത് പറഞ്ഞാൽ മതി. ചിലരതാണോ, നമ്മുടെ നാട്ടിലെയൊക്കെ അച്ചായന്മാരെയൊക്കെ അറിയാമല്ലോ, ഒരു മുടി കിടക്കുന്നുണ്ട് ഒരൊറ്റ അടിയാ. ഭാര്യയ്ക്ക് വിട്ടൊരെണ്ണം കൊടുക്കും, പാത്രത്തിന് വിട്ടൊരെണ്ണം കൊടുക്കും. ദാറ്റ് ഈസ് എ മിലിറ്ററി റൂൾ. നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഭർത്താക്കന്മാര് സ്വന്തം മൂടിയാ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ ഇത്ര ചിന്തിക്കത്തുള്ളൂ. ഞാൻ വിചാരിക്കും ഇത്രയും കൂട്ടാലെടുത്ത് കളയുന്ന എന്തിനാ, പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. അതിൽ നല്ല ഞാൻ ആരും കാണാതെ ആ മുടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിക്കും. എനിക്ക് ഓക്കാനൊന്നും വരത്തില്ല, സത്യം ഞാൻ പറയാമല്ലോ. കാരണം എൻ്റെ കയ്യിൽ നിന്നും അത് സംഭവിക്കാം ഒരു പക്ഷേ. വി ആർ ടു ഡിമാൻഡിങ്. വി ആർ ടു ഡിമാൻഡിങ് ആസ് ഇഫ് വി ആർ സോ പെർഫെക്റ്റ്. നമ്മൾ ഒത്തിരി പെർഫെക്റ്റ് ആണെന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ. എല്ലാവരും ചെയ്യുന്നത് അവരുടെ കഴിവിന്റെ പരമാവധിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട്, നമ്മൾ ചീത്തവിളി കേൾക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യത്തില്ല, പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ മറ്റൊരാടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിനൊത്തിരി കുറവുകൾ വരും. നമ്മുടെ ലെവൽ നോക്കുമ്പോൾ ഹൂ സെഡ് വി ആർ ദ സ്റ്റാൻഡേർഡ്? നമ്മളാ സ്റ്റാൻഡേർഡ് എന്ന് ആരാ പറഞ്ഞത്? ഈ സ്റ്റാൻഡേർഡ് കൊണ്ട് എന്താ ജോലി സ്ഥലത്ത് കാര്യങ്ങൾ നടക്കാത്തത്? നമ്മൾ വീട്ടിൽ ഭയങ്കര ഭരണകർത്താവൊക്കെ, പക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴോ പൂച്ചയുടെ മുമ്പിൽ എലി നിൽക്കുന്നതിലോട്ട് നമ്മൾ നിൽക്കും അല്ലേ. വീട്ടിലോ ഭയങ്കര സിംഹമാണ്, കടുവയുടെ കൂട്ടൊക്കെയാ സംസാരിക്കുന്നത്. പക്ഷേ
ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫാക്ടറി ചെന്ന് കഴിയുമ്പോൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ കടുവയുടെ മുഖമൊക്കെ മാറിയിട്ട് എങ്ങനെയാവും? എലിയുടെ കൂട്ടിരിക്കും അവിടെ. അതെന്താ അവിടെ വില പോകാത്തത്? നമുക്കറിയാം നമ്മൾ ഇത്രയൊക്കെ ഉള്ളെന്ന്. ചെലവാക്കുന്നിടത്ത് നമ്മൾ ചെലവാക്കും. അങ്ങനെയാകരുത് സഹോദരങ്ങളെ. എപ്പോഴും ഓർക്കുക, ഭർത്താവ് എന്ന് പറയുന്ന ലീഡറാണ്. ആദമിനെ ഉണ്ടാക്കിയിട്ട്, കർത്താവ് ആദമിനെ ഉണ്ടാക്കിയിട്ട് ഭാര്യ ഹവ്വയുടെ കൊണ്ട് കൊടുക്കുവല്ലായിരുന്നു ചെയ്തേ കേട്ടോ. ഹവ്വയെ ഉണ്ടാക്കിയിട്ട് ആദമിന്റെ കൊണ്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോ ആദം സംസാരിക്കേണ്ടിടത്ത് ഹവ്വ കയറി സംസാരിക്കരുത്. ആദം ലീഡ് ചെയ്യേണ്ടിടത്ത് ഹവ്വ കയറി ലീഡ് ചെയ്യരുത്. ആദമിന് സ്ഥാനമുള്ളിടത്ത് ഹവ്വ കയറി ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേർക്കും രണ്ട് റോളുകൾ ദൈവം കൊടുത്തിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് തീരുമാനമെടുക്കണം. ചില വിഷയങ്ങളിൽ രണ്ടുപേരും എത്ര ആലോചിച്ചിട്ടും തീരുമാനം എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഭാര്യയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത് ഭർത്താവ്. കാരണം ഭർത്താവ് ലീഡറാ. ദൈവം കൃപ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഭർത്താവിനെ ലീഡ് ചെയ്യുവാൻ. അതുകൊണ്ട് ഭർത്താവ് ആ തീരുമാനം എടുക്കണം. ഒരിക്കലും ഭർത്താവ് പറയരുത് ഞാൻ എത്ര ആലോചിച്ചിട്ടും തകല പോഞ്ഞിട്ടും ശരിയാകുന്നില്ല, ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഇഷ്ടമുള്ള ചെയ്യും. നോ, യു ആർ ദ ലീഡർ. നിങ്ങൾക്കറിയാമോ, തെറ്റ് ചെയ്തപ്പം ഹവ്വായെ പിടിച്ചല്ല യഹോവ ശാസിച്ചത്. ആദമിനെ പിടിച്ച് ശാസിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടിരിക്കുന്നു. ഡോസ് കിട്ടിയത് ആർക്കാന്നറിയാം? നമ്മളിപ്പോ പറയത്തില്ലോ ഡോസ് കിട്ടിയെന്ന് പറയത്തില്ലയോ? ഈ ഡോസ് കിട്ടിയത് ആർക്കാ? ഹവ്വായിക്കല്ല, ആദമിനാ ദൈവം കൊടുത്തത്. കാരണം ചോദ്യം ആദമിനോടാ വരുന്നത്. ഹി ഈസ് ദ ലീഡർ, ഹി ഈസ് ദ മാൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട്, മനസ്സിലാക്കേണ്ടതായിട്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റും. എത്ര ശ്രേഷ്ഠകരമായ ജീവിതമാണെന്നറിയാമോ? ഒരു ശരീരമായി ജീവിക്കുക, പരസ്പരം കുറ്റം പറയാതെ ജീവിക്കുക. പ്രൈസ് ഗോഡ്. എന്നും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കരുതെന്നല്ല. മുഖത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തല പറഞ്ഞു കൊടുക്കത്തില്ലേ? പറഞ്ഞു കൊടുക്കും, പറയത്തില്ലേ? എന്റെ കുറവുകൾ എന്തെല്ലാം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു തരും. അത് പക്ഷെ പറയാൻ ഒരു സമയമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പറയാനുള്ള സാഹചര്യങ്ങളിലും അതിലെ സന്ദർഭങ്ങളിലും നാം സ്നേഹത്തിന്റെ ആത്മാവിൽ പറഞ്ഞു മനസ്സിലാക്കണം ഓരോരുത്തരോടും. മറ്റൊരാളെ വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ആകരുത്, ഒരാളെ അന്നോയ് ചെയ്യുവാനാകരുത്. അത് ആ സ്പിരിറ്റ്, ഇറ്റ് ഇസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് എൻകറേജിങ്. ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് ഡിസ്പൈസിങ് ആൻഡ് ലെറ്റിംഗ് ഡൗൺ. നോ, നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരാവണം. കുറവുകളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു താങ്ക് യു ഒക്കെ പറയണം, ഒരു സോറി ഒക്കെ. നമ്മൾ സോറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടോ? എനിക്കറിയത്തില്ല, പറയാറുണ്ടോ? നമ്മൾ സോറി എന്നൊരു വാക്ക് ഭാര്യ ഭർത്താവിനോട് പറയാറുണ്ടോ? ഭർത്താവ് ഭാര്യയോട് പറയാറുണ്ടോ? നമ്മുടെ ഓഫീസിലൊക്കെ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ സോറിയുടെ ബഹളമാ അല്ലേ? താങ്ക് യുവിന്റെ ബഹളമാ. രാവിലെ ചെല്ലുമ്പോഴേ ഹായ്, ഗുഡ് മോർണിംഗ്, ലവ്. ഇത് ഒരു വാക്കെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യയുടെ അടുത്ത് പറയുമോ? ഭർത്താവിൻ്റെ അടുത്ത് പറയുമോ? പിന്നെ നമ്മുടെ കൾച്ചറിൽ അങ്ങനെ വളർന്നുകൊണ്ട് നമ്മൾ സാധാരണ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗും ഭാര്യയൊന്നും പറയത്തില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിലും ആറ്റിറ്റ്യൂഡ് നമുക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. പണ്ടൊന്നും നമ്മളൊന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല. പണ്ടൊക്കെ എൻ്റെ ജീവിതമൊക്കെ മിസറബിൾ ആയിരുന്നു കേട്ടോ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് ഹല്ലേലൂയ, ഇരുട്ടുള്ള ഒരു മുറിക്കകത്ത് ലൈറ്റ് ഇട്ട് എൻ്റെ കൂട്ടായിപ്പോയി. എത്ര രസമായെന്നറിയാം. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആദ്യം എന്നെ പണിഞ്ഞു, പിന്നെ എൻ്റെ കുടുംബത്തെ പണിതെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരാതിരിക്കാൻ പറ്റില്ല. No one can be the same if the Lord comes into his life. No family can be the same if the Lord steps in. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ ആ കുടുംബത്തിന് അങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ല. അത് മാറുക തന്നെ ചെയ്യും. അമേസിങ് ചേഞ്ചസ് ഹാപ്പൻ. നമ്മൾ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കുന്നവരാകാം. ഭാര്യയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം, ഭർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കാം. കിട്ടുന്ന സമയം നാളെ കിട്ടണമെന്നില്ല സഹോദരങ്ങളെ. നാളെ രണ്ടുപേരും ഒരുപോലെ ജീവനോട് ഇരിക്കണമെന്നില്ല. ഇന്ന് ദൈവം തരുന്ന അവസരങ്ങൾ നാളെ കിട്ടണമെന്നില്ല. നമ്മൾ ആരും റിഗ്രറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിപ്പാൻ ഇടയാവരുത്. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക.
അധികം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ഓടരുത്. കുടുംബത്തിന് കൊടുക്കേണ്ട സമയം മറ്റു പലതിനും നമ്മൾ കളയരുത്. കാരണം പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, കർത്താവിന്റെ സന്നിധി നാം കണക്ക് പറയേണ്ടതായും വരും. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവരോട് പലതും പറഞ്ഞു കൊടുക്കുവാൻ കോണം നമുക്കിപ്പോൾ കഴിയില്ലെങ്കിലും നമ്മുടെ കുടുംബജീവിതം കണ്ട് അവർ പല കാര്യങ്ങൾ പഠിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രായമാകുമ്പോൾ ഹല്ലേലൂയ അവർ കണ്ട എക്സാമ്പിൾസ് അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവർ ആഗ്രഹിക്കുക തന്നെ ചെയ്യും. അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് ദൈവമക്കളെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടുണ്ട്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. കേട്ട വചനത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നെവർ ഡിമാൻഡ് യുവർ വൈഫ് ടു ചേഞ്ച്